കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൻ്റെ ഇടതുഭാഗം കോട്ടുകാൽ പഞ്ചായത്തിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് തുടങ്ങുന്ന ഭാഗത്ത് പുന്നക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെയുള്ള ഭാഗമാണിത്. ഈ വാട്ടർ പൈപ്പുകൾ വളഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിനർത്ഥം ഈ ഭിത്തി വളഞ്ഞു എന്നതാണ്. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭിത്തി മറിഞ്ഞേക്കാം. ആ പൈപ്പ് വളഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? ഈ പൈപ്പ് വളഞ്ഞു നിൽക്കുന്ന അതേ പൊസിഷൻ കണ്ടില്ലേ? ഈ ഭിത്തികളിൽ ആല്, അരശ് മുതലായവ പൊടിച്ചു കഴിഞ്ഞു. ഇത് വളർന്നു കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ? ഈ ഭിത്തികൾ താഴ്ഭാഗം ഇങ്ങോട്ട് മറിയുകയും അവിടെ അങ്ങോട്ട് ചരിയുകയും ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഏത് നിമിഷവും നിലമ്പെത്താം. യാത്രക്കാർ മുകളിൽ കൂടെ പോകുന്നതാണ്. ഈ സ്ലാബ് ചെയ്ത സമയത്ത്, ഈ സ്ലാബ് നിർമ്മിച്ച സമയം സിമൻറ്റ്, ചല്ലി, എംസാൻഡ് ഇവ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതിൽ കൂടെ ഇച്ചിരി കമ്പിയൂടെ ചേർത്ത് ശരിയായ രീതിയിൽ ഭിത്തി നിർമ്മിച്ചിരുന്നുവെങ്കിൽ ഈ നിർമ്മിതി ഇങ്ങനെ വളയില്ലായിരുന്നു. കൃത്യമായും ഇത് നാഷണൽ ഹൈവേ ആണ്. ഈ സ്ലാബുകൾ മറിയാൻ സാധ്യതയുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് കൃത്യമായ നടപടിയെടുക്കണം. അതുകൊണ്ട് ഭിത്തിയുടെ വിള്ളൽ അതല്ലേ വളഞ്ഞു നിൽക്കുകയാണ്. ആ പൈപ്പ് പൂർണ്ണമായും വളഞ്ഞു. ഇനി ഇത് ഏത് സമയവും നിലം പൊത്താം. ഉദ്യോഗസ്ഥർ സ്വയം സൂക്ഷിക്കുക. ഇത് എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. നാഷണൽ ഹൈവേയുടെ ഭാഗമാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്നേ പറയാൻ കഴിയുള്ളൂ. ഇതിൻ്റെ നിർമ്മിതി കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ? സ്ലാബ് അടുക്കിയുള്ള നിർമ്മിതിയാണ്. പക്ഷേ ഇത് കറക്റ്റ് സ്ട്രെയിറ്റാണ് പോകേണ്ട ഒരു നിർമ്മിതിയാണ്. ലോഡ് കറക്റ്റായിട്ട് അതിൻ്റെ മണ്ണിൻ്റെ ലോഡ് കറക്റ്റ് ചെയ്യാതെ ചെയ്തിട്ടുള്ള നിർമ്മിതിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം. ഈ പൈപ്പ് കണ്ടില്ലേ? ഇതാ സ്ട്രെയിറ്റ് ആവേണ്ട പൈപ്പാണ് വളഞ്ഞു നിൽക്കുന്നത്. ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇതിന് നടപടി സ്വീകരിക്കണം.